ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബീറ്റ്റൂട്ട് ഇലകളെ കൊണ്ട് ഒരു തോരൻ സബ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് തണ്ടടക്കമുള്ള ബീറ്റ്റൂട്ട് ഇലകൾ, കോക്കനട്ട് ഓയിൽ 3 സ്പൂണ്, മസ്റ്റാർഡ് സീഡ്സ് 1 സ്പൂൺ സ്മോൾ, കുമിൻ സീഡ്സ് 1 ചെറിയ സ്പൂണ്, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ, ഉറദ് ബീൻസ് 1/2 സ്പൂൺ, ഡൈഡ് ചില്ലീസ് 4 എണ്ണം, കോക്കനട്ട് ചിരകിയത് കുറച്ച്. ആദ്യമായിട്ട് ബീറ്റ്റൂട്ട് ഇലകൾ പ്രത്യേകിച്ചും സ്റ്റെംസ് പ്രത്യേകിച്ചും ചെറുതായി കട്ട് ചെയ്യുക. ഇത് പ്രത്യേകം കട്ട് ചെയ്ത് വെക്കുന്നത് സ്റ്റെംസിന് കുറച്ച് വേവ് കൂടുതലാണ്. അത് ഫസ്റ്റിൽ കുറച്ച് നേരം വേവിക്കാനാണ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം ഇലകൾ ചേർത്താൽ രണ്ടും ഒരുപോലെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയും ഉറദ് ബീൻസും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ജീരകവും കുറച്ച് കടുകും ചേർക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, നന്നായിട്ട് അരക്കാനും പാടില്ല. ഇതുപോലെ ഇനി അതിനോട് കൂടി 2 വെളുത്ത ഉള്ളി കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ 3 സ്പൂൺ ഒഴിക്കുക. അതിനോടുകൂടി ആ കടുകും ചേർക്കുക. ഇനി തേങ്ങ മിക്സ് ചെയ്ത് അതിനോട് ചേർക്കുക. പിന്നെ ഫസ്റ്റിൽ ആ സ്റ്റെംസ് അതിൽ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇലകളും ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതിനോട് ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാൻ അനുവദിക്കുക. ഇടക്കിടക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ലീവ്സ് തോരൻ ready. Thanks for watching. See you. Bye bye.